നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരിക്കൽ അയാൾ പട്ടിയെ പോലെ ചാകും. ആയത്തുള്ള അലി ഖമനേയിയുടെ ചിത്രത്തിലേക്ക് നീട്ടിത്തുപ്പിയ അഹു ദരിയായി. ഇറാനിലെ മതഭരണകൂടത്തിനെതിരെ വീറോടെ വാശിയോടെ പോരാടിയവൾ. ഒരു മുടിയുടെ പുറത്ത് കണ്ടതിന് മഹ്സ അമനി എന്ന പെൺകുട്ടിയെ അടിച്ചു കൊന്ന ഭരണകൂടത്തിന് നേരെ തന്റെ വസ്ത്രങ്ങൾ ഊരിയെറിഞ്ഞ് അടിവസ്ത്രം മാത്രമിട്ട് പൊരുതിയ പോരാളി. അവളുടെ നീക്കത്തിൽ അന്ന് വിറച്ചുപോയി അലി ഖമനേയി മതഭരണകൂടം. മതം അടിച്ചേൽപ്പിക്കാൻ തോക്കും പിടിച്ച് റോന്തു ചുറ്റിയ ആയത്തുള്ള അലി ഖമനേയി ഇന്ന് ചുവരിൽ പടമായിരിക്കുന്നു. അയാൾ ചത്തു തൊലഞ്ഞു എന്നാണ് ഇറാനിലെ വലിയൊരു വിഭാഗം ജനത ഇപ്പോൾ ആഘോഷിക്കുന്നത്. എന്നാൽ മതഭരണകൂടത്തിനെതിരെ പോരാടി ജീവൻ വെടിയേണ്ടി വന്ന ഒരുപാട് ചെറുപ്പക്കാരികൾ, സ്ത്രീകൾ, വീട്ടമ്മമാരൊക്കെ ഇറാനിലുണ്ടായിരുന്നു. മതഭരണകൂടത്തിന്റെ ലാത്തിയടിക്ക് ഭയപ്പെടാതെ പോരാടിയ പെണ്ണുങ്ങൾ എവിടെയെന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. അവരൊക്കെ ഇന്ന് ജീവനോടെ ഉണ്ടോ? ഭരണകൂടം അവരെ കൊല്ലാക്കൊല ചെയ്ത് കാണുമോ? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ. വസ്ത്രം വലിച്ചെറിഞ്ഞ് പ്രതിഷേധിച്ച അഹു ദരിയായി ഉൾപ്പെടെ പോരാടിയവർക്ക് നേരിടേണ്ടി വന്നത് കൊടിയ പീഡനങ്ങളാണ്. അഹു ദരിയായുടെ കുടുംബം ഇപ്പോഴും IRGCയുടെ നിരീക്ഷണത്തിലാണ്. അവരുടെ ഫോണും മറ്റും 24 മണിക്കൂറും നിരീക്ഷണത്തിൽ. ഭരണകൂടം ചെയ്ത ഏറ്റവും വലിയ പാതകം നിരന്തരം മയക്കുമരുന്ന് കുത്തിവെച്ച് മാനസിക രോഗിയാക്കി അഹു ദരിയായിയെ. ഇസ്രയേലിലെ ചില മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിറഞ്ഞത് ഇറാൻ മതഭരണകൂടത്തിനെതിരെ പോരാടിയ സ്ത്രീകളുടെ ചിത്രങ്ങളും അവരുടെ ആർട്ടിക്കിളുകളും ഒക്കെയായിരുന്നു. ഇസ്രയേൽ വീണ്ടും വീണ്ടും ഇറാനിലെ ജനതയെ പലതും ഓർമ്മിപ്പിക്കുകയാണ്. ഇസ്രയേൽ ലക്ഷ്യം വെക്കുന്നത്, അതായത് യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ ഇസ്രയേൽ ലക്ഷ്യം വെച്ചത് ഇറാനിലെ മതഭരണകൂടത്തെ വീഴ്ത്തുക എന്നുള്ളതായിരുന്നു. അവിടെ ജനാധിപത്യം പുലരണം, മറ്റൊരു ഭരണകൂടം അവിടെ ഉണ്ടാകണം എന്നുള്ളതായിരുന്നു. ഇറാൻ ഒരു കാലത്തും തങ്ങൾക്കൊരു ഭീഷണിയാകരുത് എന്നുള്ളത് ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇസ്രയേലിന്റെ ഈ നീക്കം. ഇപ്പോൾ വീണ്ടും ഇസ്രയേൽ ഇറാന് നേരെ ആക്രമണത്തിന് തുനിഞ്ഞിറങ്ങുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇസ്രയേൽ ഇത്തവണ പയറ്റാൻ പോകുന്നത് മറ്റ് ചില ആയുധങ്ങൾ കൂടിയാണ്. ആയുധ ആക്രമണം, അതായത് സൈനികരെ ഇറക്കിയുള്ള ആക്രമണത്തിനപ്പുറത്തേക്ക് ഒരു വഴിക്കൂടെ ആ ഒരു ആക്രമണം നടത്തുക, മറ്റൊരു വഴിക്കൂടെ ഇറാനിലെ ജനതയെ തന്നെ ഈ മതഭരണകൂടത്തിനെതിരെ ഇളക്കി വിടുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇറാൻ മതഭരണകൂടം കൊലപ്പെടുത്തിയ യുവതികളുടെ ചിത്രങ്ങളും അവരുടെ ആർട്ടിക്കിളുകളും പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതോടെയാണ് വീണ്ടും ഇപ്പോൾ ഈ ചർച്ച പടർന്നുകൊണ്ടിരിക്കുന്നത്. അഹു ദരിയായി ഉൾപ്പെടെയുള്ളവർ എവിടെയെന്ന ചോദ്യം ഉയരുന്നത്. 2024 നവംബറിലാണ് ടെഹ്റാനിലെ ഇസ്ലാമിക് ആസാദ് സർവകലാശാലയിലെ പടവുകൾ കയറിപ്പോകുന്നതിനിടെ അഹു ദരിയായി എന്ന ഇറാനിയൻ വിദ്യാർത്ഥിനിയുടെ ശിരോവസ്ത്രം അറിയാതെ തലയിൽ നിന്ന് അല്പം തെന്നിമാറുന്നത്. ഫോണിൽ ശ്രദ്ധിച്ച് നടക്കുകയായിരുന്നു എന്നതിനാൽ അഹു ഇതറിഞ്ഞിരുന്നില്ലെങ്കിലും രാജ്യത്തെ സദാചാര പോലീസ് അവളെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. പുരുഷന്മാർ അഹുവിനോട് ഉറക്കെ അലറുകയും ബലമായി പിടിച്ചു വലിക്കുകയും ചെയ്തു. അവരുടെ ആക്രമണത്തിൽ, പിടിവലിയിൽ അഹുവിന്റെ വസ്ത്രങ്ങൾ കീറാൻ തുടങ്ങി. തുടർന്ന് പെൺകുട്ടികളെ ശിക്ഷിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു മുറിയിലേക്ക് അവർ അവളെ ബലമായി തള്ളിമറിച്ചിട്ടു. ഇതോടെ ആക്രമണം കാണിക്കുന്നവരെ ഞെട്ടിച്ചുകൊണ്ട് കാര്യങ്ങളുടെ നിയന്ത്രണം സ്വന്തം കൈകളിൽ തിരികെ പിടിക്കാൻ അഹു തീരുമാനിച്ചു. 2 കുട്ടികളുടെ അമ്മ കൂടിയായ ഈ 32കാരി തന്റെ വസ്ത്രങ്ങൾ സ്വയം അഴിച്ചുമാറ്റി. അടിവസ്ത്രം മാത്രം ധരിച്ച് സർവകലാശാല മുറ്റത്തൂടെ നടന്ന് വലിയ പ്രതിഷേധം നടത്തി. ഒരൊറ്റയാൾ പോരാട്ടം. ആ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിമിഷ നേരം കൊണ്ട് വൈറലായി. ലോകം മുഴുവൻ ആ വീഡിയോ കണ്ടു. ഇതോടെ വലിയ ചർച്ച ലോകത്തുയർന്നു വന്നു. ഒരു പെൺകുട്ടി മതഭരണകൂടത്തിനെതിരെ അവളുടെ വസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചു എന്നുള്ള ചർച്ച പാശ്ചാത്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിലാണ് മാറിയത്. ഇതോടുകൂടി നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് ഇറാൻ മതഭരണകൂടം വീണു. ഇതോടെ വീണ്ടും ഒരു ചർച്ച ഉയർന്നു വരികയായിരുന്നു ഇറാനിൽ നടക്കുന്ന മതഭരണകൂട ഭീകരതയെക്കുറിച്ച്. അന്ന് ഇറാനിയൻ ഭരണകൂടം അവകാശപ്പെട്ടത് അഹുവിന് ചിത്തഭ്രമമാണ് എന്നായിരുന്നു. അതുകൊണ്ടാണ് സർവകലാശാലയ്ക്ക് മുന്നിൽ ഇത്തരമൊരു പെരുമാറ്റം അവൾ കാണിച്ചത് എന്നായിരുന്നു. തുടർന്ന് അവളെ അവർ ഒരു മനോരോഗ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി പിടിച്ചു വലിച്ചു കൊണ്ടുപോകുകയായിരുന്നു. എന്നാൽ തനിക്ക് മാനസികമായി യാതൊരു പ്രശ്നവുമില്ല എന്നും ഭരണകൂടത്തിനെതിരെ ഉണ്ടാകുന്ന എതിർപ്പുകളെ മറച്ചുവെക്കാനുള്ള തന്ത്രമാണിതെന്നും അഹു തുറന്നടിച്ചു. ഡെയിലി മെയിലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ അഹു അനുഭവിച്ച അതിദാരുണമായ പീഡനങ്ങളെക്കുറിച്ച് അവളുടെ അടുത്ത സുഹൃത്തുക്കൾ പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി.
പിടിവലിയിൽ മത പോലീസ് തന്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറിയതോടെയാണ് വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നുകൊണ്ട് അവൾ തന്റെ സ്വന്തം വസ്ത്രങ്ങൾ വലിച്ചു കീറി എറിഞ്ഞത്. വാനിലേക്ക് തള്ളിക്കയറ്റിയ ശേഷം സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി പോലീസുകാരി അവളെ അതിക്രൂരമായി മർദ്ദിക്കുകയും അവരുടെ കാലുകൾക്കിടയിൽ അവളുടെ തല വെച്ചുകൊണ്ട് ബലമായി അമർത്തി വെച്ചുകൊണ്ട് അവളെ ശ്വാസം മുട്ടിക്കുകയും ചെയ്തു. മരണത്തോടടുത്തു. ഒടുക്കം അവൾ ചാകും എന്ന് ബോധ്യപ്പെട്ടപ്പോഴായിരുന്നു അവളെ വെറുതെ വിട്ടത്. അപ്പോഴും തീർന്നില്ല. വെറുതെ വിടാൻ അവർ ഒരുക്കമായിരുന്നില്ല. അവളുടെ ബോധം മറയാൻ പോകുന്ന ഒരു ഘട്ടത്തിൽ പോലീസുകാരുടെ കൈകളിൽ അവൾ കയറി കടിക്കുകയായിരുന്നു. അങ്ങനെയാണ് പിടിവിട്ടത്. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവൾക്ക് നിർബന്ധമായി മയക്കുമരുന്ന് കുത്തിവെച്ചു. ഉറക്കെ നിലവിളിച്ച അവളിലേക്ക് രണ്ടാമത്തെ ശ്രമത്തിലാണ് അവർക്ക് മരുന്ന് ഉള്ളിലെത്തിക്കാൻ കഴിഞ്ഞത്. അതോടെ അഹു ബോധരഹിതയായി. ആശുപത്രി കിടക്കയിൽ കൈകാലുകൾ കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു അഹു കണ്ണു തുറന്നത്. വിവരങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുമ്പോഴെല്ലാം അവർ വന്ന് വീണ്ടും കുത്തിവെപ്പുകൾ നൽകി അവളെ ബോധം കെടുത്തി ഉറക്കുകയായിരുന്നു. അതായത് നിരന്തരം അവളിലേക്ക് മയക്കുമരുന്ന് ഇൻജക്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോഴേക്കും അഹുവിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും ലോകമെമ്പാടും വൻ പ്രതിഷേധങ്ങൾ അലയടിക്കുകയും ചെയ്തു. ലണ്ടനിൽ ഇറാനിയൻ ആക്ടിവിസ്റ്റുകൾ ഉൾപ്പെടെ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങി. അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ അവളെ ഉടനടി നിബന്ധനകളില്ലാതെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തേക്ക് വന്നു. ആഗോളതലത്തിൽ പ്രതിഷേധം ശക്തമായതോടെ അഹുദരിയായിയെ മാനസിക രോഗിയെന്ന് മുദ്രകുത്താൻ ഇറാൻ ഭരണകൂടം ശ്രമങ്ങൾ ഊർജിതമാക്കി. പോലീസ് അഹുവിന്റെ കുടുംബാംഗങ്ങളെ ഭീഷണിപ്പെടുത്തി. പിന്നീട് അഹുവിന്റെ മുൻ ഭർത്താവിനെ കൊണ്ട് അവൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയാൻ നിർബന്ധിക്കുകയായിരുന്നു. മുൻ ഭർത്താവിന്റെ ഈ സാക്ഷ്യപ്പെടുത്തലിന് ശേഷം 18 ദിവസത്തെ തടവിന് ഒടുവിൽ ആശുപത്രി കിടക്കയിലെ കെട്ടുകൾ അഴിച്ച് അഹുവിനെ മോചിപ്പിച്ചു. എന്നാൽ അവൾ അപ്പോഴും നിരീക്ഷണത്തിലായിരിക്കുമെന്നും മാനസിക രോഗത്തിനുള്ള കടുത്ത മരുന്നുകൾ കഴിക്കണമെന്നും ഇറാനിയൻ അധികാരികൾ നിർബന്ധിച്ചു. നിലവിൽ അഹു ദരിയായിക്ക് ഇപ്പോഴും ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ പ്രതിമാസം ഫ്ലൂപെൻഡിക്സോൾ എന്ന കടുത്ത മാനസിക രോഗ മരുന്ന് കുത്തിവെപ്പായി നൽകുന്നുണ്ട്. തൂക്കിലേറ്റപ്പെടുകയോ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നതിനേക്കാൾ നല്ലത് മനോരോഗി എന്ന ലേബലിൽ ജീവിക്കുന്നതാണെന്ന് കുടുംബം പറഞ്ഞതുകൊണ്ടാണ് അവൾ ഇതിന് തയ്യാറായത്. എന്നാൽ അറസ്റ്റിൽ അക്രമം നടന്നിട്ടുണ്ട് എന്ന ആരോപണവും സംഭവത്തിന് ഇസ്ലാമിക വസ്ത്രധാരണ രീതിയുമായി ബന്ധമുണ്ട് എന്ന വാദവും ഇറാൻ ഗവൺമെന്റ് വക്താവ് ഫാത്തിമ മുഹാജറാനി നിഷേധിക്കുകയായിരുന്നു. ഇറാനിൽ 2 കൂട്ടം ആൾക്കാരാണ്. അതായത് ഒരു വിഭാഗം ആയത്തുള്ള അലി ഖമനേയിയെയും മതഭരണകൂടത്തെയും അന്ധമായി വിശ്വസിക്കുന്നവർ. മറ്റൊരു കൂട്ടർ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജനാധിപത്യത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്നവർ. അവർ ഭരണകൂടത്തിനെതിരെ മതഭരണകൂടത്തിനെതിരെ നിരന്തരം പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവിടെ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു അഹൂദരിയായുടെ അവസ്ഥ മാത്രമല്ല. പ്രതിഷേധവുമായി രംഗത്തേക്കിറങ്ങിയ ഓരോ സ്ത്രീകളും പെൺകുട്ടികളും അനുഭവിക്കുന്നത് ഇതുപോലെയുള്ള ക്രൂര പീഡനങ്ങളാണ്. നമ്മൾ മുൻപ് പല തവണയും കേട്ടിട്ടുണ്ടാകും ഇറാനിലെ ജയിലുകളിൽ നടക്കുന്ന മനുഷ്യക്കുരുതികളെക്കുറിച്ച്, കൂട്ട ആക്രമണത്തെക്കുറിച്ച്. എന്നാൽ നമ്മൾ കേട്ടതിനുമൊക്കെ അപ്പുറത്താണ് ആയത്തുള്ള അലി ഖമനേയി എന്ന ആ ഒരു പരമോന്നത നേതാവ് ഇറക്കിയ ഫത്വകൾ. അത് ഇറാൻ ജനതയെ കൊല്ലാക്കൊല ചെയ്യുന്നതാണ്. എന്നാൽ ഇന്ന് അലി ഖമനേയി ജീവനോടെയില്ല, കൊല്ലപ്പെട്ടു. ഇസ്രയേൽ അമേരിക്കൻ ആക്രമണത്തിൽ ചിന്നിച്ചിതറിപ്പോകുകയാണ് ചെയ്തത്. എന്നാൽ അലി ഖമനേയി കൊല്ലപ്പെട്ടപ്പോഴും അത് ആഘോഷിച്ച ഒരു കൂട്ടം ആൾക്കാർ അവിടെയുണ്ട്. കാരണം ഇനിയെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും എന്ന് കരുതിയവർ, പ്രത്യാശിച്ചവർ. എന്നാൽ നിരാശയാണ് ഫലം. കാരണം ഈ ഫത്വകൾ അതേപോലെ നിലനിൽക്കുകയാണ്. മുജ്തബ ഖമനേയി ഇറാനിൽ ജനാധിപത്യം ആഗ്രഹിക്കുന്നവർക്ക് ഒരു എതിരാളി തന്നെയാണ്. ഇയാൾ പിതാവ് ഖമനേയിയേക്കാൾ അഹങ്കാരിയാണ്. സ്ത്രീകളെ ചവിട്ടി അരയ്ക്കുന്ന മനുഷ്യൻ. ഇറാനിലെ മതഭരണകൂടം വീണാലേ അവിടുത്തെ ജനതയ്ക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകൂ എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഇറാനിലെ മതഭരണകൂട ഭീകരത താങ്ങാനാകുന്നതല്ല. ഇറാനിലെ ജയിലുകളിൽ തടവുകാർക്കെതിരെ നടക്കുന്ന അതിക്രൂരമായ പീഡനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും ഐക്യരാഷ്ട്രസഭയും പലപ്പോഴായി പുറത്തുവിട്ടിട്ടുണ്ട്. 2022 വിമൻ ലൈഫ് ഫ്രീഡം പ്രക്ഷോഭകാലത്തും അതിനുശേഷവും പുറത്തുവന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. തടവിലാക്കപ്പെട്ട സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും സുരക്ഷാ സേന ബലാത്സംഗം ചെയ്തതായി ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലാത്തികൾ, കുപ്പികൾ, ഹോസ് പൈപ്പുകൾ എന്നിവ യോനിയിൽ കുത്തിക്കയറ്റിയാണ് പീഡനം നടക്കുന്നത്. വനിതാ തടവുകാരുടെ മനോവീര്യം തകർക്കാനും കുറ്റസമ്മതം നടത്തിപ്പിക്കാനും റേപ്പ് ഒരായുധമായി ഭരണകൂടം ഉപയോഗിക്കുന്നു എന്ന്
യൂൺ ഫാക്ട് ഫൈൻഡിംഗ് മിഷൻ കണ്ടെത്തിയിട്ടുണ്ട്. മതഭരണകൂടത്തിനെതിരെ പ്രതിഷേധിച്ച് തടവറയിൽ കിടക്കുന്നവരിൽ കന്യകകൾ ഉണ്ടെങ്കിൽ അവരെ കൂട്ടബലാത്സംഗത്തിനാണ് ഇറാൻ സൈന്യം വിധേയമാക്കുന്നത്. അവർ കന്യകകളായി മരിക്കാൻ പാടില്ല, അതായത് ഇവരെ തൂക്കിക്കൊല്ലുകയാണ് പിന്നീട് ചെയ്യുന്നത്. എന്നാൽ കൊല്ലപ്പെടുന്നതിന് മുൻപ് ഈ സ്ത്രീകളുടെ കന്യകാത്വം നശിപ്പിക്കണം എന്നാണ് ആയത്തുള്ള അലി ഖമനേയുടെ ഫത്വയിലുള്ളത്. ഇലക്ട്രിക് ഷോക്ക് നൽകുക, നഖങ്ങൾക്കിടയിൽ സൂചി കയറ്റുക, ചാട്ടവാറടി, കഠിനമായ മർദ്ദനം എന്നിവ സർവ്വസാധാരണമാണ് ഇറാനിൽ. തടവുകാരെ തല കീഴായി കെട്ടിത്തൂക്കുന്ന രീതിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വൈറ്റ് ടോർച്ചറും ഇവിടെ വ്യാപകമാണ്. തടവുകാരെ പൂർണ്ണമായും വെളുത്ത നിറമുള്ള ജനാലകളില്ലാത്ത ഇടുങ്ങിയ മുറികളിൽ മാസങ്ങളോളം ഏകാന്ത തടവിൽ പാർപ്പിക്കുന്ന രീതിയാണിത്. ഇത് തടവുകാരെ മാനസികമായി ഭ്രാന്തിന്റെ വക്കിലെത്തിക്കാൻ കാരണമാകുന്നു. ക്രൂരമായ പീഡനങ്ങളിലൂടെ നിർബന്ധപൂർവം എഴുതി വാങ്ങുന്ന കുറ്റസമ്മത മൊഴികളുടെ അടിസ്ഥാനത്തിൽ നൂറുകണക്കിന് ആളുകളെയാണ് ഇറാൻ ഭരണകൂടം തൂക്കിലേറ്റുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ഖമനേയുടെ കീഴിലുള്ള റവല്യൂഷണറി ഗാർഡ്സും ഇന്റലിജൻസ് ഏജൻസികളുമാണ് ഈ ക്രൂരതകൾക്ക് നേതൃത്വം നൽകുന്നത്. ഈ കുറ്റകൃത്യങ്ങൾ മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ എന്ന ഗണത്തിലാണ് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇറാൻ ജയിലുകളിൽ നിന്ന് മോചിതരായവരും അവിടെ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും നൽകിയ സാക്ഷ്യപത്രങ്ങൾ ഭരണകൂടത്തിന്റെ ക്രൂരതയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. 2022 പ്രതിഷേധത്തിനിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട യുവതികളെയും യുവാക്കളെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂട്ടബലാത്സംഗം ചെയ്തതായി ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നൊബേൽ സമ്മാന ജേതാവും നിലവിൽ ഇറാൻ ജയിലിൽ കഴിയുന്ന നർഗീസ് മുഹമ്മദി തടവുകാരായ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികവും ശാരീരികവുമായ പീഡനങ്ങളെക്കുറിച്ച് നിരന്തരം കത്തുകൾ പുറത്തുവിടാറുണ്ട്. ജയിലിനുള്ളിലെ പീഡനങ്ങൾ നർഗീസ് മുഹമ്മദ് ഫൗണ്ടേഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. ഹിജാബ് നിയമം ലംഘിച്ചതിന് അറസ്റ്റിലായ സെഫിദെ റോഷ്നോയെ ക്രൂരമായി മർദ്ദിച്ച് വശപ്പെടുത്തിയ ശേഷം സ്റ്റേറ്റ് ടെലിവിഷനിൽ നിർബന്ധിത കുറ്റസമ്മതം നടത്താൻ പ്രേരിപ്പിച്ച സംഭവം ഇറാനെതിരെ വലിയ പ്രതിഷേധമുണ്ടാക്കിയതാണ്. അവരുടെ മുഖത്തുണ്ടായിരുന്ന ചതവുകളും വിളറിയ ഭാവവും വലിയ ചർച്ചയായി അന്താരാഷ്ട്ര സമൂഹത്തിൽ പടർന്നു പിടിച്ചു. തടവുകാർക്ക് അവരുടെ സമ്മതമില്ലാതെ മയക്കുമരുന്നുകളോ മാനസിക അസ്വാസ്ഥ്യം ഉണ്ടാക്കുന്ന മരുന്നുകളോ ഇൻജക്ട് ചെയ്യുന്നതായി ചില മുൻ തടവുകാരും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതവരെ ചോദ്യം ചെയ്യലിന് വഴങ്ങുന്നതിനാക്കി മാറ്റാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മരിച്ചവരുടെ കുടുംബങ്ങൾ സത്യം വിളിച്ചു പറയാതിരിക്കാൻ അവരെ ജയിലിലിടുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന രീതിയും നിലവിലുണ്ട്. കൊല്ലപ്പെട്ട ജിന മഹ്സ അമനിയുടെ കുടുംബം നേരിട്ട പീഡനങ്ങൾ ഇതിനുദാഹരണമാണ്. ഇറാനിലെ പ്രസിദ്ധമായ എവിൻ ജയിൽ ഇത്തരം ക്രൂരതകളുടെ പ്രധാന കേന്ദ്രമായാണ് അറിയപ്പെടുന്നത്. 1980കളിൽ ഇറാന്റെ ജയിലുകളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കന്യകമാരായ പെൺകുട്ടികളെ ശിക്ഷ നടപ്പാക്കുന്നതിന് തലേ ദിവസം വിചിത്രമായ ഒരു ആചാരത്തിന് ഇരയാക്കി. അവരെ കാവൽക്കാർ നിർബന്ധിതമായി വിവാഹം കഴിക്കുകയും ബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്യും. മുൻ ജയിൽ ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തലുകൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. ഐക്യരാഷ്ട്രസഭയിൽ ഈ വിഷയം ചർച്ചയായി. ഈ ക്രൂരകൃത്യത്തിന് കാരണം ഒരു വിശ്വാസമായിരുന്നു. കന്യകമാരായി മരിക്കുന്നവർ നേരിട്ട് സ്വർഗത്തിൽ പോകുമെന്ന ഒരു വിശ്വാസം അക്കാലത്ത് ചില മതമൗലികവാദികൾക്കിടയിൽ ഉണ്ടായിരുന്നു. വധിക്കപ്പെടുന്നത് ദൈവത്തിന്റെ ശത്രുക്കളായതിനാൽ അവർ സ്വർഗത്തിൽ പോകാൻ പാടില്ല എന്ന ദുർവ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്രൂരത നടന്നതെന്ന് വിവിധ മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നു. പല കേസുകളിലും പെൺകുട്ടികളെ വധിച്ച ശേഷം ജയിൽ അധികൃതർ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി അവർ ജയിൽ കാവൽക്കാരനെ വിവാഹം കഴിച്ചു എന്ന് അവകാശപ്പെടുകയും വിവാഹ സമ്മാനമായി ഒരു പെട്ടി മധുരപലഹാരമോ ചെറിയ തുകയോ നൽകുകയും ചെയ്തിരുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയ്ക്ക് മുൻപ് ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന റൂഹുള്ള ഖുമേനിയാണ് ഇത് ഫത്വയാക്കി ഇറക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണത്രേ സൈന്യം ഈ ക്രൂരത കാട്ടുന്നത്. ഇതിപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഇറാനിൽ നടന്ന പ്രതിഷേധങ്ങളിൽ ഉൾപ്പെട്ട സ്ത്രീകളെ ജയിലിൽ അടയ്ക്കുകയും ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് അവരെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇറാനിൽ പ്രായപൂർത്തിയാകാത്തവർക്ക് വധശിക്ഷ നൽകുന്നതും ജയിലിനുള്ളിൽ അവർ അനുഭവിക്കുന്ന ക്രൂരതകളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ പ്രകാരം 18 വയസ്സിന് താഴെയുള്ളവർക്ക് വധശിക്ഷ നൽകുന്നത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇറാൻ ഇത് ലംഘിക്കുന്നു. ഇറാനിലെ നിയമപ്രകാരം ആൺകുട്ടികൾക്ക് 15 വയസ്സും പെൺകുട്ടികൾക്ക് 9 വയസ്സും കഴിഞ്ഞാൽ അവർ ക്രിമിനൽ നടപടികൾക്ക് ഉത്തരവാദികളാണ്.
സാധാരണയായി കുട്ടികൾക്ക് വധശിക്ഷ വിധിച്ചാൽ അവർക്ക് 18 വയസ്സ് തികയുന്നതുവരെ ജയിലിൽ പാർപ്പിക്കുകയും 18 തികയുന്ന ദിവസം വധശിക്ഷ നടപ്പിലാക്കുകയുമാണ് ചെയ്യുന്നത്. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ കണക്കനുസരിച്ച് ലോകത്തെ ഏറ്റവും കൂടുതൽ ബാലകുറ്റവാളികളെ വധിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. 2022 പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത കുട്ടികളോടും അതിക്രൂരമായാണ് ഇറാൻ ഭരണകൂടം പ്രതികരിച്ചത്. അവരെ സുരക്ഷാ സേന തടവിലാക്കുകയും പൈപ്പുകളും ലാത്തികളും ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. കുട്ടികളെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതും അവരെ കൊണ്ട് നിർബന്ധിതമായി ലൈംഗിക പ്രവർത്തികൾ ചെയ്യിക്കുന്നതും ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ഇറാനിയൻ ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്നുവെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കളെ പീഡിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അവരെ മാനസികമായി തകർക്കുന്ന രീതിയും നിലവിലുണ്ട്. കുട്ടികളെ ഏകാന്ത തടവിൽ പാർപ്പിക്കുകയും അവർക്ക് വധശിക്ഷ നൽകാൻ പോകുകയാണെന്ന് നിരന്തരം ഭയപ്പെടുത്തുകയും ചെയ്യുന്നു. മർദ്ദനമേറ്റ് പരിക്കേൽക്കുന്ന കുട്ടികൾക്ക് മതിയായ ചികിത്സ നൽകാതെ അവരെ മാസങ്ങളോളം വേദനയിൽ കഴിയാൻ വിടുന്നു. ഭരണകൂടത്തിനെതിരെ ഉയരുന്ന യുവതലമുറയുടെ ശബ്ദത്തെ അടിച്ചമർത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. വരും തലമുറയിൽ ഭയം വിതയ്ക്കുന്നതിലൂടെ പ്രതിഷേധങ്ങൾ ഇല്ലാതാക്കാമെന്ന് ഭരണകൂടം കണക്കാക്കുന്നുവെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ വ്യക്തമാക്കുന്നു. 1990 മുതൽ 2024 അവസാനം വരെ 122 കുറ്റവാളികളെയാണ് ഇറാൻ വധിച്ചത്. 2010 2024 ഇടയിൽ കുറഞ്ഞത് 71 ബാലകുറ്റവാളികളെ വധിച്ചതായി ഇറാൻ ഹ്യൂമൻ റൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. 2025 മാത്രം 6 പേരെ ഇത്തരത്തിൽ വധിച്ചതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. നിലവിൽ ഏകദേശം 85ഓളം കുട്ടികൾ ഇറാൻ ജയിലുകളിൽ വധശിക്ഷ കാത്തു കഴിയുന്നുണ്ട് എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും ആംനസ്റ്റിയും പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ കുട്ടികൾ നേരിട്ട അതിക്രൂരമായ പീഡനങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. 12 വയസ്സുള്ള കുട്ടികളെ പോലും വൈദ്യുതാഘാതം ഏൽപ്പിക്കുക, തല കീഴായി കെട്ടിത്തൂക്കുക, ലാത്തി കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുക തുടങ്ങിയ പീഡനങ്ങൾക്ക് ഇരയാക്കിയതായി ആംനസ്റ്റി ഇന്റർനാഷണൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു തടവുകാരന്റെ അമ്മ നൽകിയ മൊഴി പ്രകാരം ഹോസ് പൈപ്പ് ഉപയോഗിച്ച് തന്റെ മകനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ബലാത്സംഗം ചെയ്തുവെന്നാണ്. ചോദ്യം ചെയ്യലിനിടെ ജനനേന്ദ്രിയങ്ങളിൽ ഷോക്ക് ഏൽപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. വധശിക്ഷയ്ക്ക് പുറമെ തെരുവിലെ പ്രതിഷേധങ്ങൾക്കിടെ സുരക്ഷാ സേനയുടെ വെടിയേറ്റ് നിരവധി കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ജവാദ് പൗഷെ എന്ന 11 വയസ്സുകാരൻ സാഹേദാനിൽ നടന്ന പ്രതിഷേധത്തിനിടെ തലയ്ക്ക് പിന്നിൽ വെടിയേറ്റാണ് കൊല്ലപ്പെട്ടത്. റഷാനി 12 വയസ്സുള്ള മുഹമ്മദ് റഷാനി പ്രതിഷേധങ്ങൾക്കിടെ കൊല്ലപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണെന്ന് BBC റിപ്പോർട്ട് ചെയ്തിരുന്നു. നിഗ ഷാഖറാമി, സരീന, ഇസ്മയിൽ സാദെ എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് സുരക്ഷാ സേനയുടെ മർദ്ദനമേറ്റ് മരിച്ച കുട്ടികളാണ്. പക്ഷേ ഇത്തരത്തിൽ കൊല്ലപ്പെടുന്ന കുട്ടികളെ പോലും കുടുംബങ്ങൾക്ക് പോലും വിട്ടുകൊടുക്കാതെ കുഴിമാടം തീർത്ത് അവിടെ ഇട്ട് പുതയ്ക്കുന്ന ഒരു രീതിയും അതിക്രൂരമായ രീതിയും ഇറാന്റെ ഭാഗത്ത് നിന്ന്, മതഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും ക്രൂരമായ രീതികളാണ് മതഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരെ കാത്തിരിക്കുന്നത്. മുജ്തബ ഖമനേയിയുടെ ഭരണകാലത്തും ഇതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് സദാ ജനങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മുടിയിഴ പോലും പെൺകുട്ടികളുടെ പുറത്ത് കാണരുത്. ഹിജാബ് ധരിക്കുന്നതിൽ അവരെ ഹിജാബ് അടിച്ചേൽപ്പിക്കുകയാണ് ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ. എന്നാൽ അതിനെ എതിർത്തുകൊണ്ട് ഇപ്പോഴും അവിടെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. പ്രതിഷേധങ്ങൾ ഒരിക്കലും കെട്ടടങ്ങാൻ പോകുന്നില്ല. ഇതറിയാവുന്ന ഇസ്രയേലാണ് ഇപ്പോൾ ഇറാൻ ജനതയോട് നിങ്ങൾ പ്രതികരിക്കൂ എന്ന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ നിങ്ങൾ പോരാടണം, ഞങ്ങൾ ഒപ്പമുണ്ടാകും എന്ന വലിയ ആഹ്വാനമാണ് ഇസ്രയേൽ മുഴക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.